അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 1ാമത്തെ പാഠം അൽ ഖുർആനുൽ കരീം. ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ള വിഷയങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനുശേഷം തദ്രീബാത്തിലുള്ള ഭാഗങ്ങൾ കൂടി നോക്കാം. അൽ ഖുർആനുൽ കരീം. നാം താമസിക്കുന്ന വീടും നമുക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വസ്ത്രവും മറ്റെല്ലാ സൗകര്യങ്ങളും നൽകി പരിപാലിക്കുന്നവനാണല്ലോ സർവശക്തനായ അള്ളാഹു. അവൻ്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥമാണ് അൽ ഖുർആനുൽ കരീം. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഗ്രന്ഥമാണ് അൽ ഖുർആനുൽ കരീം. കലാം എന്ന് പറഞ്ഞാൽ സംസാരം, അഥവാ അള്ളാഹു സംസാരിച്ച സംസാരമാണ് ഇവിടെ കലാമുള്ള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിൻ്റെ കലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു സംസാരിച്ച സംസാരമാണ് പരിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. സർവർക്കും വഴികാട്ടിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. റമളാൻ മാസത്തിൽ മക്കയിലെ ഹിറാ ഗുഹയിലാണ് വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ തുടക്കം. ഹിറാ ഗുഹയിലാണ്, അഥവാ മക്കയിലെ ഹിറാ ഗുഹയിലാണ് വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പോൾ 40 വയസ്സായിരുന്നു. തുടർന്ന് 23 വർഷത്തിനിടയിൽ വിവിധ ഘട്ടങ്ങളിലായി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചാണ് ഖുർആനിൻ്റെ അവതരണം ഉണ്ടായത്. തുടർന്ന് 23 വർഷത്തിനിടക്ക് വിവിധ ഘട്ടങ്ങളിലായി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചാണ് ഖുർആനിൻ്റെ അവതരണം. ഖുർആന് പഠിക്കലും പാരായണം ചെയ്യലും ഓരോ മുസ്ലിമിനും അനിവാര്യമാണ്. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും ഓരോ മുസ്ലിമിനും അനിവാര്യമാണ്. ഖുർആനിൽ 114 സൂറത്തുകളാണ് ഉള്ളത്. ഖുർആനിൽ 114 സൂറത്തുകളാണ് ഉള്ളത്. പാരായണ സൗകര്യത്തിന് ഖുർആൻ 30 ജുസ് ആയി തിരിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ പാരായണ സൗകര്യത്തിന് വേണ്ടി 30 ജുസ് ആയി തിരിച്ചിട്ടുണ്ട്. ഖുർആനിലെ സൂറത്തുകൾ 114, ജുസ് 30. 114 സൂറത്തുകളിൽ 86 എണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ടതാണ്. അവക്ക് സൂറത്ത് മക്കിയ എന്ന് പറയുന്നു. സൂറത്ത് മക്കിയ എന്ന് പറയുന്നത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുമ്പോൾ ഇറങ്ങിയ 86 സൂറത്തുകൾക്കാണ്. ബാക്കി 28 എണ്ണം മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഇറങ്ങിയ സൂറത്തുകളാണ്. ബാക്കി 28 എണ്ണം മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഇറങ്ങിയ സൂറത്തുകളാണ്. അവക്ക് സൂറത്ത് മദനിയ എന്ന് പറയുന്നു. സൂറത്ത് മദനിയ എന്നുമാണ് പറയുക. വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. ഖുർആനിന് അൽ ഫുർഖാനുൽ അലീം എന്നും പേരുണ്ട്. ഖുർആനിന് അൽ ഫുർഖാനുൽ അലീം എന്നും പേര് ഉണ്ട്. നമുക്കിനി തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. 1. താഴെ കൊടുത്ത പദസൂര്യനിൽ നിന്ന് ഖുർആനിൻ്റെ പ്രത്യേകതകൾ ചേർത്ത് പറയാം. നമുക്ക് നോക്കാം. ഇവിടെ ഖുർആനിൻ്റെ ചില പ്രത്യേകതകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 114 സൂറത്തുകളാണ്. 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് 40 ആകുമ്പോഴാണ് ഖുർആനിൻ്റെ തുടക്കം കുറിച്ചത്.
റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. മദനിയ 28 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. മക്കിയ 86 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. 30 ജുസ് ആണ് ഖുർആനിലുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ച് കൊടുത്തത്. ഇതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഖുർആനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. ഇനി ഇതിൻ്റെ തദ്രീബാത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ്. ചോദ്യം 1, കലാം എന്നാൽ എന്ത്? ഉത്തരം അള്ളാഹുവിൻ്റെ സംസാരം അഥവാ പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാമാണ് എന്ത്? പരിശുദ്ധ ഖുർആൻ അഥവാ അള്ളാഹുവിൻ്റെ സംസാരമാകുന്നത്. ചോദ്യം 2, മുസ്ഹഫ് എന്നാൽ എന്ത്? ഉത്തരം ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ് അഥവാ വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. ചോദ്യം 3, ഖുർആനിൻ്റെ മറ്റൊരു പേരെന്താണ്? ഖുർആനിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം അൽ ഫുർഖാനുൽ അലീം. അൽ ഫുർഖാനുൽ അലീം. ചോദ്യം 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ഉത്തരം അൽ ഖുർആൻ. ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, ഖുർആനിലെ അവസാനത്തെ സൂറത്തുകളുടെ പേര് കണ്ടെത്തി ലിസ്റ്റ് ചെയ്യുക. അവസാനത്തെ 9 സൂറത്തുകൾ നമുക്ക് നോക്കാം. സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മസദ്, സൂറത്തുൽ നസ്ർ, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ കൗസർ, സൂറത്തുൽ മാഊൻ, സൂറത്തു ഖുറൈശ്. ഇതാണ് താഴെ നിന്ന് മേലോട്ട് വരുന്ന 9 സൂറത്തുകൾ. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം, കൂട്ടുകാരോടൊപ്പം ചർച്ച ചെയ്യൂ, പ്രധാന പോയിൻ്റ് നോട്ട് ചെയ്യൂ. എന്താണ് വിഷയം നോക്കാം. സ്വന്തമായി ഒരു മുസഹഫ് ജീവിതത്തിൽ കൂട്ടുകാരനെ പോലെ കൂടെയുണ്ടാവണം. എന്തുകൊണ്ട്? സ്വന്തമായി ഒരു മുസഹഫ് ജീവിതത്തിൽ കൂട്ടുകാരനെ പോലെ കൂടെയുണ്ടാകണം. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം നമുക്കിങ്ങനെ നോക്കാം. ഖുർആൻ നമ്മുടെ കിതാബാണ്. ഖുർആൻ നമ്മുടെ കിതാബാണ്. ഖുർആൻ പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട്. ഖുർആൻ പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട്. ഖുർആൻ പരലോകത്ത് ഷഫാഅത്ത് നൽകുന്നതാണ്. ഖുർആൻ പരലോകത്ത് ഷഫാഅത്ത് നൽകുന്നതാണ്. നബിയുടെ ജീവിതം ഖുർആനായിരുന്നു. നബിയുടെ ജീവിതം തന്നെ ഖുർആനായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെയും ഒരു ഖുർആൻ വേണ്ടേ? വേണം. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ എന്നും ഒരു സുഹൃത്തിനെ പോലെ ഖുർആനിനെ നാം കാണേണ്ടത്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.